السلام عليكم ورحمة الله وبركاته. السلام عليكم. بسم الله والحمد لله الحمد لله الفتاح الجواد المعين على التفقه في الدين من اختاره من العباد وأشهد أن لا إله إلا الله شهادة تدخلنا دار الخلود وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله صاحب المقام المحمود صلى الله عليه وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. صلوا على من تدخلون بهديه دار السلام وتبلغون المطلب. يا رب صل على النبي محمد. അൽഹംദുലില്ലാഹ്. 2 മിനിറ്റ് ഒന്ന് എഴുന്നേക്കാവും. ഇവിടെ ഇരുന്നോളി. സദസ്സിലുള്ളത് എഴുന്നേക്ക്. ഒഴിഞ്ഞ കസേര മുമ്പിലുള്ളത് ബാക്കിൽ നിന്നൊന്നിരിക്കണം, ഫില്ല് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് മജ്ലിസിന്റെ 10ാമത് വാർഷികമാണ്. അൽഹംദുലില്ലാഹ്. തുറവൂർ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ആ സ്വലാത്ത് വാർഷികത്തിൽ 2ാം ദിവസം അല്ലെങ്കിൽ സമാപന ദിവസം പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ
പരിശുദ്ധമായ റജബ് മാസത്തിലെ തിങ്കളാഴ്ച രാവിൽ നാം കൂടുമ്പോൾ അലസമായി സ്വലാത്ത് ചൊല്ലില്ല എന്നൊരു തീരുമാനം ആദ്യം എടുത്തോ. അലസമായി ഞാൻ സ്വലാത്തില്ല, എല്ലാം റാഹത്തായി ഉറച്ച് ശരീരത്തിലെ നാടി ഞരമ്പുകൾ മുഴുവനും അനങ്ങി ഈ തിങ്കളാഴ്ച രാവ് കൊണ്ട് ഈ മജ്ലിസിൽ വന്നിരുന്നത് കൊണ്ട് ഖാലിഖായ റബ്ബ് നമുക്കൊരു പ്ലസ് പോയിന്റ് എഴുതി വെക്കണം. വേണോ വേണോ വേണം വേണോ എന്നുള്ളൊന്ന് കയ്യുയർത്തേ. ഈ സദസ്സ് പരിശുദ്ധ റൗളയിൽ എത്തണം എന്നുള്ളൊരു കയ്യുയർത്തേ. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും സദസ്സ് പരിശുദ്ധ റൗളയിലെത്തണം. ഈ റൗളയിൽ നമ്മുടെ സദസ്സുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ എന്തു ചോദിച്ചാലും സ്വീകാര്യമാണ്. എല്ലാവരുടെയും ആകുലതകൾക്ക്, വ്യാകുലതകൾക്ക്, മുറാദുകൾക്ക്, നാം തേടുന്ന പ്രാർത്ഥനകൾക്ക് ഇവിടം കൊണ്ടൊരു സലാമത്തിന്റെ വഴി അല്ലാ നീ തുറന്നു തരണേ റബ്ബേ എന്നൊരാഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നു. മോനെ ഈ മൈക്കിന് അല്പം ഒരു ഡിലേയും കൂടി ഇടാവും, ഒരു സ്റ്റെപ്പ് ഇടാം. അങ്ങനെ ഒരു നിയത്ത്, എന്റെ എല്ലാ മുറാദുകളും ഞാൻ ഇവിടെ എന്ത് നിയത്ത് വെച്ചാലും ചോദിച്ചാലും അല്ലാഹുവേ നീ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് തരണേ എന്ന വലിയൊരു നിയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, ഉപ്പമാർ, ചെറുപ്പക്കാർ, കാരണവന്മാർ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുമോ? അതുവഴി നമുക്ക് പരിശുദ്ധമായ റൗളാ ശരീഫുമായിട്ട് ഹൃദയത്തിന് ബന്ധമുണ്ടാകണം. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക പിരിമുറുക്കങ്ങളുണ്ട്, മക്കളുടെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ട്, കുടുംബ ജീവിതത്തിൽ വിഷമങ്ങളുണ്ട്, ഒരുപാട് കടബാധ്യതകളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. എല്ലാത്തിനും അസ്സലാത്തു അലാ റസൂലില്ലാഹ് മുഹമ്മദുൽ മുസ്തഫ. ഉറച്ചു ചൊല്ലണേ മുഹമ്മദുൽ മുസ്തഫ. ഈ അന്തരീക്ഷം ആ മുത്തായ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് കൊണ്ടൊന്ന് മുഖരിതമാകട്ടെ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ജദ്ദുൽ ഹസനി വൽ ഹുസൈനി മുഹമ്മദുർ റസൂലുള്ളാഹ്, സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഫീഉൽ മുസ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, അസ്റാ ബിഹിൽ മൗലാ ഇലാ ഉഫഖിസ് സമാ ഫൗഖൽ ബുറാഖി വഇൻദഹു ജിബ്രീൽ. യാ റബ്ബി സ്വല്ലി മുഹമ്മദി മുൻജിൽ ഖലായിഖി. സ്വല്ലല്ലാഹു അലൻ നബി മുഹമ്മദി ഖൈറിൽ അനാമി വജാഅഹു തൻസീലു. യാ റബ്ബി സ്വല്ലി മുഹമ്മദി അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെയുടെ ശഫാഅത്ത് തരണേ നബിയേ. ആമീൻ പറയ്. അവിടുത്തെ ശഫാഅത്ത് തരണേ നബിയേ. അവിടുത്തെ ഹൗദുൽ കൗസർ തരണേ റസൂലേ. അവിടുത്തെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ താഴെ സാധുക്കളായ, പാപികളായ, ദോഷികളായ ഞങ്ങളെ ഒരുമിപ്പിക്കണേ റസൂലേ. ശിഷ്ടജീവിതം ഞങ്ങൾക്ക് നന്നാകാൻ അല്ലാഹ് ഈ മജ്ലിസ് നീ കാരണമാക്കണേ അല്ലാഹ്.
بحق سيدنا محمد وآل سيدنا محمد وأصحاب سيدنا محمد മദീനത്തെ പൂവേ അഴകേറും ലാവേ ഇശലാം നബിയേ ഇശലാം ഹബീബേ മരദഗവനിയിലെ മലരാം റസൂലേ മനസഗവനിയിലെ നബിയാം ഹബീബേ യാ ഹബീബി يا حبيبي يا حبيبي يا حبيبي يا رسول الله يا رسول الله الحمد لله ഈ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ ആലിമീങ്ങൾ അഹമ്മദ് സഖാഫി ഉസ്താദ് അടക്കം ഹസൻ ഉസ്താദ് അടക്കം ഈ മസ്ജിദ് തൊട്ടടുത്തുള്ള മസ്ജിദിലെ ഇമാം അടക്കം മുത്തഅല്ലിം സുഹൃത്തുക്കൾ അതുപോലെ ഈ മജ്ലിസിൽ മുഖ്യ കാർമ്മികത്വത്തിലായി സദസ്സിലായി അലങ്കരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ ഈ മജ്ലിസിൽ പ്രാർത്ഥനയ്ക്കായി ഓടിയെത്തിയ പ്രിയപ്പെട്ട ഉമ്മമാർ പെങ്ങന്മാർ അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ SSF-ന്റെയും SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് മർഹമത്ത് സ്വർഗ്ഗം അല്ലാഹു ഔദാര്യമാക്കി തരട്ടെ. നമ്മൾ ഈ ചെയ്ത പ്രവർത്തനത്തിന്റെ വലിപ്പം നാളെ ആഖിറത്തിൽ നമുക്ക് ആസ്വദിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നാം പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ എന്ത് റബ്ബിനോട് ചോദിക്കാനും ആ ചോദിക്കുന്ന ചോദ്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെയും നിരാശപ്പെടുത്തില്ല എന്നുറപ്പു തന്ന പരിശുദ്ധമായ റജബിലാണ് ഇവിടെ തുറവൂരിൽ നാം സംഘടിച്ചത്. അതൊരു ഭാഗ്യമാണ്. നമ്മൾ ഇവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹു തരും എന്ന് മുത്തു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ നാം ഒരുപാട് ചോദിക്കും, ആഗ്രഹങ്ങളൊക്കെ ചോദിക്കും. എല്ലാം അല്ലാഹു നമുക്ക് വിശാലമാക്കി തരും എന്ന ശുഭാപ്ത വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയിലേക്ക്, ആ ദുആയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഞാൻ എത്തിക്കുന്നതിന് മുമ്പ് വളരെ ആവശ്യകതയുള്ള ഒരു വിഷയം സൂചിപ്പിച്ചിട്ട് മാത്രം ദുആയിലേക്ക് പോവുകയാണ്. നിങ്ങൾ മുഖദ്ദിമയിൽ ആയത്ത് കേട്ടു. പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള മനോഹരമായ സൂക്തമാണ് നാം കേട്ടത്. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത തന്നെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ഒരു വിളിനാദമാണത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഈ ആയത്തിന്റെ പ്രത്യേകത തന്നെ നമ്മളൊക്കെയും നിരന്തരം പ്രാർത്ഥിക്കുകയും നമ്മളൊക്കെയും നിരന്തരം ആഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ശുഭമുഹൂർത്തത്തെയും ജീവിതത്തെയുമാണ് പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ,
ഇന്നലെ ഷർഹദി സഖാഫി ഉസ്താദിന്റെ വാതിൽ നിങ്ങളൊരു പക്ഷേ മരണാനന്തര ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്നലെ വന്നവർ അല്ലായിരിക്കാം ഒരുപക്ഷെ ഇന്നുള്ളവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണാനന്തര ജീവിതത്തിനെക്കാളും ആ മരണാനന്തര ജീവിതം നമുക്ക് സുന്ദരമാക്കി തരുന്നൊരു ദുന്യവിയായ ജീവിതമാണ്. മരണ ജീവിതത്തിനിടയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. മനുഷ്യൻ കടന്നു പോകുന്നത് മരണ ജീവിതങ്ങൾക്കിടയിലൂടെയാണ്. സഹോദരങ്ങളെ, ഉമ്മമാരെ, ഏതു മനുഷ്യനും അവസാനം അവൻ ഏറ്റവും കൂടുതൽ ഉറപ്പിച്ചു നിർത്താവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമേതെന്ന് ചോദിച്ചാൽ അതവന്റെ മരണം തന്നെയാണ്, മൗത്ത് തന്നെയാണ്. സഹോദരങ്ങളെ, ആ മരണം ഏറ്റവും മനോഹരമാക്കണം എന്നാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടുന്നത്. ആ മരണമാണ് നമുക്ക് ഖൈറായി വരേണ്ടുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ നിറത്തിൽ വെളുപ്പും കറുപ്പും ആ നിറത്തിലുമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ നിറത്തിന്റെ പേരിൽ അവൻ കറുത്തവനാണ്, വെളുത്തവനാണ് എന്നിങ്ങനെ വേർതിരിച്ച് നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഏത് നിറത്തിലായിരുന്നാലും അവസാനം ജനാസയായി കിടക്കുന്ന സമയത്ത്, മയ്യത്തായി കിടക്കുന്ന സമയത്ത് മുഖത്ത് നോക്കിയിട്ടൊരുത്തന് പറയാൻ കഴിയണം, കണ്ടോ അവൻ കിടക്കുന്നത് എന്ത് സൗന്ദര്യവാനായിട്ടാണ്, എന്ത് മുഖകാന്തിയോടുകൂടി കിടക്കുന്നു ആ മനുഷ്യനെന്ന് പറയുന്ന രീതിയിൽ ദുന്യാവിന്റെ ജീവിതം അല്ലാഹ് നീ ഞങ്ങൾക്ക് ക്രമപ്പെടുത്തി തരണേ അല്ലാഹ്. അതാണ് മരണം. ആ മരണം സുന്ദരമായവരുടെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത് നല്ല മുഖപ്രസന്നതയുള്ളതായി നമുക്ക് കാണാൻ കഴിയുമത്രേ. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സയ്യിദുനാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നാം ഈ കേട്ടിരിക്കുന്ന വിശുദ്ധമായ ആയത്ത് അവതീർണമായത് എന്ന് നമുക്ക് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു സഹാബി ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, എന്ത് മനോഹരമാണ് ഈ ആയത്ത്, യാ റസൂലല്ലാഹ്, മാ ഹസന ഹാദാ യാ റസൂലല്ലാഹ്. നബിയേ, എന്ത് മനോഹരമാണ് ഈ ആയത്ത്, യാ റസൂലല്ലാഹ് എന്ന് സയ്യിദുനാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമ്പോൾ ആരംഭമുത്തായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, യാ അബാ ബക്കർ ഇന്നൽ മലക സയഖൂലുഹാ ലക യാ അബാ ബക്കർ. ഓ അബൂബക്കറേ, നിശ്ചയമായും മലക്കുകൾ നിന്നോട് ഇങ്ങനെ പറയും അബൂബക്കറേ എന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ താങ്കളോട് എന്തായാലും ഇങ്ങനെ ആയിരിക്കും. പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഈ ആയത്ത് ഇങ്ങനെ തന്നെ പറയും അബൂബക്കറേ. അതായത് സയ്യിദുനാ അബൂബക്കർ തങ്ങളോട് മലക്കുകൾ വന്ന് ഈ ആയത്ത് പറയുമെന്നാണ് മുത്തുനബി മുഹമ്മദുൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മരണം എന്ന ഒരു യാത്രയുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായി നമ്മൾ പറയപ്പെടാൻ കൊതിക്കുന്നതാണ് ഈ ആയത്ത്. പ്രിയപ്പെട്ട ഉമ്മ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സംപ്രീതമായ ആത്മാവേ, ഹേ സാന്ത്വനം സിദ്ധിച്ച ആത്മാവേ. അതാണ് ആ വെളിനാദം. ചെറുപ്പക്കാരാ, നിന്റെ രക്ഷിതാവിന്റെ സമക്ഷത്തിലേക്ക് നീ മടങ്ങിക്കൊള്ളണേ. നീ സ്വയം തൃപ്തിയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തൃപ്തിയെയും കരസ്ഥമാക്കിയിട്ട് പൊന്നുമോനെ, പൊന്നു പെങ്ങളെ, നീ മടങ്ങണേ എന്ന വെളിനാദമാണ്. ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. നീ എന്റെ അടിമകളിലേക്ക് മടങ്ങണേ, നീ എന്റെ മനോഹരമായ സ്വർഗീയാരാമെന്നിലെ ആരാമത്തിലേക്ക് നീ മടങ്ങണേ എന്ന് പടച്ച റബ്ബ് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചില ആത്മാക്കൾ പറന്നുയരുമ്പോൾ, ചില ആത്മാക്കൾ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ സ്വർഗീയ സംഗീതം കേട്ടുകൊണ്ട് തന്നെയാണ് അവർ പറന്നുയരുന്നത് എന്ന് പരിശുദ്ധ റസൂൽ. ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മക്കയുടെ മാരുതൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മദീനയുടെ നിലാവൊളിയായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വേണ്ടേ ആ വിളി വേണ്ടേ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നുള്ള വിളി കേൾക്കണ്ടേ? അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ വിളി കേൾക്കുന്ന രൂപത്തിൽ ഈ മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മഹാനരായ സയ്യിദിനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് റൂഹ് വാനിലേക്ക് ഉയരുമ്പോൾ ഈ ആയത്ത് അവതീർണമായിരുന്നുവെന്നും മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് കാരണം? ആ ആത്മാവിന്റെ ആ സമയത്തെ സംപ്രീതമായ ഒരവസ്ഥയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂചിപ്പിക്കുകയാണ് അവിടെ. ചില മരണങ്ങൾ അങ്ങനെയാണ്, ചില മരണങ്ങൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ മുമ്പിൽ തൂക്കുകയറിൽ കിടന്നാടുമ്പോഴും സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്താണ് പാടിയത്? ഫലസ്തു ബാലി ഹീന അബ്തൽ മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ സ്വലാത്തും തസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ولست بمبدل للعدو تخشعا فلا جاز عن إني إلى الله مرجعي صلاة وتسليم على المصطفى المختار. എന്താണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാനൊരു മുസ്ലിമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഞാനൊന്നും തന്നെ കാണുന്നില്ല എന്ന് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു എനിക്കതിന്റെ ഒരു പ്രത്യേകമായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവിക്കുന്നില്ല. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആരംഭമുത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുകയാണ്. കാരണം സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊലക്കയറിലേക്ക് ഇടുന്നതിന് മുമ്പ്, കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ശത്രുക്കൾ മഹാനരോട് ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, നിനക്ക് ഈ സ്ഥാനത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഈ സ്ഥാനത്ത് മുഹമ്മദിനെ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിനെ നിനക്കൊന്ന് സങ്കല്പിക്കാനാകുമോ ഖുബൈബേ? അങ്ങനെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ശത്രു സമൂഹം ചോദിക്കുകയാണ്, ഓഫർ വെച്ചു കൊടുത്തു. അങ്ങനെ നീ ഒന്ന് സങ്കല്പിച്ചാൽ മതി ഖുബൈബേ, നീ വേറൊന്നും ചെയ്യേണ്ടതില്ല ഖുബൈബേ. എന്നാൽ ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്താം ഖുബൈബേ. അപ്പോൾ ഖുബൈബ് തങ്ങൾ പറയുന്നുണ്ട്, ഈ സ്ഥാനത്തൊന്ന് സങ്കല്പിക്കലല്ല, ഈ സ്ഥാനത്തൊന്ന് ഇമാജിൻ ചെയ്യൽ മാത്രമല്ല, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെയുടെ പരിശുദ്ധമായ പാദങ്ങളിൽ ഒരു ചെറിയ മുള്ളു തറച്ചിട്ട് ആ വേദന സഹിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കെ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്താമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അതുപോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സമ്മതിക്കാൻ എനിക്കാവില്ലതോ. നിങ്ങൾ എന്റെ ശരീരം തുണ്ടു തുണ്ടായി കഷണങ്ങളാക്കി എറിയുമ്പോഴും പ്രവാചകന്റെ ശരീരത്തെ അവിടുത്തെ രോമഗുണത്തിന് ഒരു വേദന സംഭവിക്കുന്നത് ഈ ഖുബൈബിന് ആഗ്രഹിക്കാൻ സാധിക്കില്ലടോ. അതാണ് ഫലസ്തു ഉബാലി ഹീന ഖതല മുസ്ലിമാ. അല്ലാഹുവേ, അതോളം ഈമാനൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞാനൊരു മുസ്ലിമായി മരിക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരിക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം എന്റെ ശരീരം ഇങ്ങനെ തുണ്ടു തുണ്ടായി കീറുമ്പോഴും എന്റെ ഓരോ മറ്റയിൽ നിന്ന് ഉരവിടുന്നൊരു മനോഹരമായ സംഗീതം പോലെ, ഒരു മനോഹരമായ കാവ്യം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്റെ ഉള്ളിലുണ്ട്. അതുണ്ടാകുന്ന സമയത്ത് എനിക്ക് മറ്റൊന്നിന്റെയും ആവശ്യം വരുന്നില്ല. ആനന്ദദുലിതനായി മരിക്കുന്നു. സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ് ഈ ആയത്ത് വന്നു നിൽക്കുന്നത് എന്ന് മഹാനരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, മഹാനരായ സയ്യിദുനാ ഹംസ, സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലും ഈ ആയത്ത് വന്നു നിൽപ്പുണ്ട് എന്ന അഭിപ്രായമുണ്ട്. രണ്ടുപേരും അങ്ങനെയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നോക്കുമ്പോഴും ഒരാൾ ശത്രുവിന്റെ മുമ്പിൽ യുദ്ധസമയത്ത്, മറ്റൊരാളോ യുദ്ധമില്ലാത്ത സമയത്ത് ശത്രുവിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്നു. ഒരാൾ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. എല്ലാവരും നിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ചവരാണ്. അങ്ങനെ സമ്പത്ത് ചെലവഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് അല്ലാ, എന്റെ ശരീരമുണ്ട് അല്ലാ. അരോഗദൃഢഗാത്രം, ഈ ആരോഗ്യമുള്ള ശരീരത്തിന്റെ മജ്ജയും മാംസവും എല്ലാം നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ് ഒരു മനുഷ്യൻ. അതൊന്ന് നീ സ്വീകരിക്കുമോ? തഖബ്ബൽ യാ അല്ലാഹ്, തഖബ്ബൽ യാ റബ്ബി. അതൊന്ന് സ്വീകരിക്കുമെങ്കിലെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഒരാൾ. അതാണ് മക്കളെ സയ്യിദുനാ ഹംസ
ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉഹദിന്റെ രണാങ്കണത്തിൽ ആ ശരീരം ഇങ്ങനെ കൊത്തി വലിച്ചു ശത്രു സമൂഹം. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മരണം അതിന്റെ തൊട്ട് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു മോഹം. അതാണ് വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. ആധുനിക സയൻസ് ഇന്ന് മരണത്തിന്റെ തൊട്ട് മുമ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് എക്സ്പീരിയൻസിനെ കുറിച്ച് വിശദീകരിക്കുന്നു. ആ മരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് എന്താണ് ഇരിക്കുന്നുണ്ട്. 3 അക്ഷരം പറയുന്നേ ഉള്ളൂ. NDA. സയൻസ് പറയുന്നത് NDA, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ മരണത്തിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ആ പ്രതിഭാസം എന്താണ്? അതാണ് NDA, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ്. മരണത്തിന്റെ മുമ്പ് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു കാലത്ത് അവന് നേടാനാവാത്ത കാഴ്ചയുടെയും കാണാനാവാത്ത കാഴ്ചയുടെയും കേൾക്കാനാവാത്ത കേൾവിയുടെയും അവനിലുണ്ടാകുന്ന ഒരു തരം സെൻസിറ്റിവിറ്റി, ഒരു തരം സെൻസിബിലിറ്റി, അതൊരു മനുഷ്യന്റെ ശരീരത്തിൽ മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം സംഭവിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രത്തിന്റെ അനുമാനം വായിക്കാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ. അതാണ് നാം കേൾക്കാൻ കഴിഞ്ഞത്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. രാവിലെ മുതൽ യാത്രയാണ്. നേരത്തെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഉസ്താദ് നേരത്തെ പൊക്കോണം, കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൽമാണ് അവർ ദർസ് എടുത്തുന്നവരൊക്കെയാണ്. അള്ളാഹുവേ, നീ ദർസിൽ വർക്ക് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ശിഷ്യഗണങ്ങൾക്കെല്ലാം നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു തരം സെൻസിബിലിറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണത്തിന്റെ തൊട്ട് മുമ്പ് നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. മരണങ്ങൾ പ്രധാനമാണ്, ഓരോ മരണങ്ങളും പ്രധാനമാണ്. നമ്മൾ പുഞ്ചിരിച്ച് മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ നെറ്റിത്തടത്തിലുള്ള പ്രകാശത്തെക്കാൾ മനോഹരമായൊരു പ്രകാശം വേറെ തന്നെയില്ല എന്ന് അല്ലാമ ഇഖ്ബാൽ പാടിത്തരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് കാണുന്ന പ്രകാശമുണ്ടല്ലോ, അതാണ് മക്കളെ പ്രകാശം. മർനവാലോ കി ജബീൻ റോഷൻ ഹേ, ഇസ്സുലുമാത് ഹേ, ജിസ് തറഹ് താരെ ചമകത്തെ ഹേ, അന്ധേരി രാത് ഹേ, അന്ധേരി രാത് ഹേ. അല്ലാമ ഇഖ്ബാൽ പാടിത്തരുന്നുണ്ട് ഈ വിഷയം. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ നെറ്റിത്തടത്തിലുള്ള പ്രകാശം, ഈ ഇരുട്ടിനിടയിലും ഈ ഘനാന്ധകാരത്തിനിടയിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ കാണുന്ന ഒരു പ്രകാശം, അതാണ് ജിസ്തറഹ്താരേ ചമക്തേ ഹേ, അന്ധേരി രാത് ഹേ, അന്ധേരി രാത് ഹേ. അന്ധകാര നിബിഡമായി നിൽക്കുന്ന രാത്രിയിൽ പ്രകാശിച്ചു നിൽക്കുന്ന കൊച്ചു കൊച്ചു താരകങ്ങളുടെ പ്രകാശ ശോഭ പോലെ, ആ പ്രകാശത്തിന്റെ പ്രഭ പോലെ ഈ അധർമ്മത്തിന്റെയും ഈ ജീർണതയുടെയും ഇടയിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്തു കാണുന്ന പ്രകാശം, ആ പ്രകാശത്തിന് എന്തോ ഒരു ശോഭയാണ്, എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു സൗന്ദര്യമാണ് എന്ന് സാക്ഷാൽ അല്ലാമ ഇഖ്ബാൽ പാടിത്തരുന്നുണ്ട് സഹോദരങ്ങളെ. ഒരു സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു. അല്ലാഹുവേ, നീ നല്ല മരണം നൽകണം റഹ്മാനേ. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു മരണം. അത് മനോഹരമാകണം. മരണാനന്തര ജീവിതം മനോഹരമാകുന്നത് മരണം മനോഹരമാകലിലൂടെയാണ്. അല്ലാഹുവേ, നീ മരണം മനോഹരമാക്കി തരണേ അല്ലാ. എല്ലാം കഴിഞ്ഞ് ബാധ്യതകളൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞിങ്ങനെ പോകണം അല്ലാ. ആ യാത്ര ഞങ്ങൾക്ക് ഭംഗിയാക്കി തരണേ അല്ലാ. There are no clocks on the wall.
and no time, no shadows, no flowers move across the floors. ഒരു ചുമരിൽ, ഈ ചുമരിൽ നാം എപ്പോഴും നോക്കുന്ന ആ ചുമരിൽ ഒരു ഘടികാരവും ഇല്ല. There are no clocks on the wall. ഒരു ഘടികാരവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ there are no time and no time. നിങ്ങൾക്കൊരു സമയവും ഇല്ല. ഈ നിലത്തൂടി ഒഴുകുന്ന പരന്നു പറക്കുന്ന ഒരു നിഴലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ലത്രേ. There is neither light nor dark. ഇരുട്ടും വെളിച്ചവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. Outside the door there is no door. Outside the door there is no door. നിങ്ങൾ ഒരു വാതിൽ തുറന്നു ചെല്ലുമ്പോൾ ആ വാതിലിനപ്പുറം നിങ്ങൾക്ക് വേറൊരു വാതിലും നിങ്ങൾക്ക് തുറക്കാൻ സാധ്യമല്ല. ആ വഴി മുറിച്ചു ചെല്ലുന്നിടത്ത് നീ മാത്രമേ നിന്നെ കാണുന്നു എന്ന് വന്നാൽ that is the end. അവിടെ നീ അവസാനിക്കുന്നു എന്ന് ഒരു അമേരിക്കൻ സാഹിത്യകാരൻ അതിമനോഹരമായി പാടിത്തുന്ന ഒരു കവിതയാണ്. മരണം എന്ന് പറയുന്ന അവസാനത്തെ ഒരു വാതിൽ, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് രണ്ടു കാലം തമ്മിൽ കൂട്ടിപ്പിണഞ്ഞു നിന്ന് وظن أنه الفراق. അവന് തന്നെ അറിയാൻ സാധ്യമാകുന്നു ഇതോടെ അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം അവസാനിക്കുന്ന സമയത്ത് കല്ലാ ഇദാ ബലഗതി തറാഖി, അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത്, ആ തൊണ്ടക്കുഴിയിൽ റൂഹ് വന്ന് നിൽക്കുന്ന സമയത്ത് വഖീല മൻ റാഖ് വഖീല മൻ റാഖ്, എവിടെന്നെങ്കിലും ഒരാളെന്ന് മന്ത്രിക്കാൻ കിട്ടുമോ? എവിടെന്നെങ്കിലും എന്നെ ഒന്ന് വലിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? വഖീല മൻ റാഖ്, ആരാണ് മന്ത്രിക്കാൻ പറ്റിയ ആൾ? വظن أنه الفراق, മരിക്കാൻ പോകുന്നു. അവന് തന്നെ മനസ്സിലാകുന്നു മരണത്തിന്റെ ഏതോ കാതങ്ങൾക്കകലെ തന്നെ ഏതോ ദൂരം താണ്ടി ഒരു ദേവതയെ പോലെ, മരണദേവതയെ പോലെ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോൾ അസ്റായീലിനെ കാണാൻ, സ്വർഗ നരകാദികളെ കാണാൻ അവർ സാധ്യമാകുന്നൊരവസ്ഥയുണ്ടാകുന്നു എന്നർത്ഥം. എങ്കിലും എല്ലാത്തിനും അഭയം അല്ലാഹുവിലേക്ക് മാത്രം. അതാണ് സഹോദരങ്ങളെ അഭയം. വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. എല്ലാത്തിനും അഭയം ആ റബ്ബിൽ നിന്ന് മാത്രമാണ്. തങ്ങളെ കണ്ണു തുറച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് ഫലാ ഫലാ صدق ولا صلى ولكن كذب وتولى. അവൻ സ്വയം വിചാരണ ചെയ്യാൻ തുടങ്ങും. ഞാനിതൊന്നും സത്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, തുറവൂരിൽ 10ാമത് സ്വലാത്ത് വാർഷികത്തിന്റെ നോട്ടീസും പോസ്റ്ററും ഓരോരുത്തരുടെയും വീടുകളിലും വീട് വീടാന്തരങ്ങളും ഈ പാവപ്പെട്ട പ്രവർത്തകർ റോഡ് കടന്ന് വിളിച്ചല്ലോ. അതൊക്കെയും മുഴുവൻ കേട്ടിട്ട് ആ ക്ഷണം സ്വീകരിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ? ഞാൻ ഒരിക്കലും വിരട്ടാൻ പറയുകയല്ല, നിങ്ങളെ പേടിപ്പെടുത്താൻ പറയുകയല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മജ്‌ലിസിലേക്ക് നാം ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ചിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഏതെങ്കിലും ദുസ്വഭാവം ആര് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഫിറാഖിന്റെ വേളയില് ഞാൻ അവിടെ ഒന്ന് പോയിരുന്നുവെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നൊരു സമയമാണ് പ്രിയപ്പെട്ട കൂട്ടുകാര്.
ആ സമയം മനോഹരമാകാനാണ് ഞങ്ങൾ ഈ മജ്‌ലിസിൽ വന്നിരുന്നത്. ആ സമയം ഞങ്ങൾക്ക് ഭംഗിയായി കിട്ടാനാണ് ഈ മജ്‌ലിസിൽ വന്നിരുന്നത്. എന്തെങ്കിലും ദുന്യവിയായ ലക്ഷ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നൊന്ന് പറയും. ഇല്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഈ വന്നവനുമില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി പിടിക്കാനും പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മരണവും അവസാന വേളകളും ഒന്ന് നന്നായി മുഖപ്രസന്നതയോടുകൂടി കടക്കാനാണ് അല്ലാഹ് ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ആ തൗഫീഖിന് നീ വഴിയൊരുക്കണേ അല്ലാഹ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ ഡിസ്കൗണ്ട് ഓഫറുകളിലൂടെ മജ്‌ലിസിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഖൈറായ ഒരു എളുപ്പ വഴിയിലൂടെ നമുക്കെല്ലാം എളുപ്പമായി കിട്ടും. പക്ഷേ ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നിരോധിച്ചവകളെ നിരോധിക്കാനും കൽപ്പിച്ചവകളെ അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധ്യമാകുന്ന രൂപത്തിൽ ക്രമീകരിപ്പിക്കുമ്പോഴും കൂടിയാണ് ഈ മരണവും മരണാനന്തര ജീവിതവും അതുപോലെ ഭൗതിക ജീവിതവും പരലോക ജീവിതവും എല്ലാം ഭംഗിയായി കിട്ടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ മോനെ അവിടെ ചർച്ച? എന്തുപറ്റി? വെള്ളം വേണോ? എന്തുപറ്റി? ടോയ്ലറ്റിൽ പോണോ? മിണ്ടരുത് കേട്ടോ. അല്ല കേട്ടോണ്ടിരിക്കും. നല്ല പാട്ടൊക്കെ കേട്ടില്ലേ? പാട്ട കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? മക്കളൊക്കെ നല്ല കൺകുളിർമയുള്ള മക്കളായി നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കൊട്ടു വരുമ്പോൾ ഒരു പിതാവിന്റെ വിഷമം പറഞ്ഞത് നിങ്ങളോട് പങ്കുവെക്കാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ അവരവരുടെ സമയം ചെലവഴിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ലൈഫാണ്. ജീവിതം എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കുക. എപ്പോഴും നമ്മൾ ചിൽ മാൻ ആവാനാണ്. അതെ, നമ്മൾ നല്ല ചിൽ മാൻ ആയിരിക്കണം. എപ്പോഴും ഒരു വശം തോരുന്ന് ഉറങ്ങരുത്, ചില്ലായിരിക്കണം. ജീവിതം എപ്പോഴും നല്ല റാഹത്തായിരിക്കണം. ആയിക്കോട്ടെ, എപ്പോഴും നമുക്ക് ജീവിതം സന്തോഷമായി കിട്ടാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് എല്ലാം പഠിപ്പിച്ചത്. എത്രയോ ചെറുപ്പക്കാർ അവരവരുടെ ജീവിതം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ജെൻ എന്റർടൈൻമെന്റ്, സിനിമകൾ സമയാസമയങ്ങളിൽ പോയി സമയത്ത് കൃത്യനിഷ്ഠതയോടുകൂടി ഫസ്റ്റ് ഷോയിൽ പോയി കാണുക. അതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ തന്നെ പോകണമെന്നില്ലെന്ന് അറിയില്ല, ഫോണിൽ തന്നെ എല്ലാം കിട്ടുന്നു അല്ലെ? എന്താ ആമസോൺ, എന്താ സമരം, നിങ്ങളെന്തോ ആമസോൺ പ്രൈമോ, എല്ലാ ആമസോൺ പ്രൈമിലൂടെ ഫോണിൽ തന്നെ എല്ലാം ഫസ്റ്റ് ഷോ കിട്ടാൻ. അതുകൊണ്ട് ഇപ്പൊ തിയേറ്ററിലൊന്നും പോകണ്ടെന്നല്ല പറയാം. അപ്പൊ ഫസ്റ്റ് ഷോ വീട്ടിൽ തന്നെ വരികയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്, വേറെ പലതും കൃത്യമായി നടക്കുന്നില്ല. അല്ലാഹുവേ, ഈ കേട്ടതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? ഈ കേട്ടതൊക്കെ എപ്പോഴാണ് ഞങ്ങൾക്ക് നഫ്ആയി വരുന്നത്? ഈ മജ്‌ലിസിൽ ഇരുന്നത് എപ്പോഴാണ് പ്രയോജനപ്പെട്ടു വരുന്നത്? ജീവിതം ക്രമീകരിക്കുമ്പോഴാണ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോഴാണ്. ഇപ്പൊ മസിനഗുഡി വഴി ഊട്ടിയിലേക്കില്ലേ? എന്താ മസിനഗുഡി വഴി ഊട്ടിയിലേക്കെന്നൊരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏതോ ഒരു യൂട്യൂബ് ബ്ലോഗർ മസിനഗുഡി വഴി ഊട്ടിയിലേക്കെന്ന് പറഞ്ഞത് എന്തായാലും അതൊക്കെ ക്ലിക്കായി. എത്രയോ ക്ലിക്കാകേണ്ടുന്ന ചിന്തകൾ ആ ഒരു വാക്കിലുണ്ട്. പരിശുദ്ധമായ റജബ് മാസം വന്നു. മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര പറയുമ്പോ സ്വർഗത്തിലേക്കുള്ള ഒരു വേറൊരു വഴി പറഞ്ഞുതരാം. റജബ് മാസം വന്നു, ശഅബാൻ മാസം വരുന്നു, പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ നിങ്ങൾ റമളാനിലല്ല, നിങ്ങൾ റമളാൻ വരുമ്പോൾ പള്ളികൾ നിറയുന്നുണ്ട്. ളുഹറിനും അസ്റിനും സുബ്ഹിക്കും ഒക്കെ ആളാണ്. എന്നാൽ റജബിൽ എവിടെ? ശഅബാനിൽ എവിടെ? മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ റജബ് മാസത്തിലാണ് വിത്തിറക്കേണ്ടുന്നത്, ശഅബാനിലാണ് നിങ്ങൾ ആ വിത്തിറക്കി പാകിയതിന് വെള്ളം കൊയ്യേണ്ടുന്നത്, വെള്ളം കൊടുക്കേണ്ടുന്നത് ശഅബാൻ. അങ്ങനെ ചെയ്തു, നല്ല ഫീൽഡ് ഉണ്ടാക്കിയിട്ടു റമളാൻ ആകുമ്പോൾ നിങ്ങൾ കൊയ്യണം.
അതാണ് മുസ്ലിമിന്റെ മസനഗുഡിയിലേക്കുള്ള ഊട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴികൾ പരിശുദ്ധമായ റജബിൽ അല്ലാഹു ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകൾ അങ്ങേയറ്റം പഠിച്ച സൂഫിയാക്കളായ ആരിഫീങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലാമത്തു ഖൗഫില്ലാഹ് തദ്ഹുറു ഫീ സബ്അത്തി അശ്യാ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാരോ അവന്റെ 7 അവയവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുമെന്ന് സയ്യിദുനാ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് മുഹമ്മദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൽ മുഅ്മിനു ഹുവല്ലദീ യഖാഫു അല്ലാഹ തആല ബിജമീഇ ജവാരിഹിഹി. എല്ലാ അവയവങ്ങളെയും അല്ലാഹുവിനെ പേടിക്കുന്നവൻ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന പെങ്ങളെ, എല്ലാ അവയവങ്ങളെയും സൂക്ഷിച്ചു കൊള്ളണേ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് മുഹമ്മദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ ഈ വാചകത്തെ എടുത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 7 അവയവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹ് ആ 7 അവയവങ്ങളെ ഈ മജ്ലിസിൽ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇമാം അബുൽ ലൈസ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈജിപ്തിലെ പഠനകാലത്ത് അബുൽ ലൈസ് ഇമാമിന്റെ മഖ്ബറയിൽ പോകാൻ മുസ്ലിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. എന്താ, അവിടെ ചെന്നാൽ നല്ല അടിപൊളി കട്ടൻ കാപ്പിയും അതുപോലെ ചെറിയ ഒരു കിണ്ണിയിൽ ഒരു കഷ്ണം ഇറച്ചിയും തരും. ലൈസ് ഇമാമിന് അതിഥികളെ സ്വീകരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇമാം അബുൽ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭൂതി, കുറേ സമയം അവിടെ ഇരിക്കാം, മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലപ്പുഴ പട്ടണത്തിൽ ഒരുപാട് മഹത്തുക്കളുണ്ട്. ആലപ്പുഴ പട്ടണത്തിലും പട്ടണം വിട്ടും ഒരുപാട് മഹത്തുക്കളുണ്ട്. പട്ടണത്തിൽ കേന്ദ്രബിന്ദുവായി ഉമ്മുൽ മസാജിദിൽ വിശ്രമിക്കുന്നു ശൈഖ് അബ്ദുല്ലാഹിൽ മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മസ്താൻ പള്ളി എന്ന പേര് തന്നെ, ഉമ്മുൽ മസാജിദ് എന്ന പേര് തന്നെ മഹാനുഭാവനോട് അന്ത്യവിശ്രമം കൊള്ളുന്നതിൽ നിന്ന് വന്നൊരു കറാമത്താണ്. എന്ന് കേരളത്തിൽ മസ്താൻ പള്ളി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. ആലപ്പുഴയിൽ അങ്ങനെ ആരും തന്നെ ഉണ്ടോ? മസ്താൻ പള്ളി അറിയാത്ത ആരിലുണ്ടോ? ഇല്ല. മസ്താൻ പള്ളി വരണം, അബ്ദുല്ലാഹ് മസ്താനെ സിയാറത്ത് ചെയ്യണം. അങ്ങനെയുള്ള മഹാന്മാരുടെ അടുക്കൽ പോയിരുന്ന് നാം തഖ്വ നാം നേടിയെടുക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. മഹാന്മാരുടെ സവിധങ്ങളിൽ പോയിരുന്നാൽ അവിടെ നിന്ന് നമുക്കൊരു ലൈറ്റ് ഹൗസിൽ നിന്ന് പ്രകാശം ചുറ്റുഭാഗങ്ങളിൽ എങ്ങനെയാണോ വീശുന്നത്, അതുപോലെ മഹാരഥന്മാരുടെ സവിധങ്ങളിൽ പോയിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് തഖ്വ അവരിൽ നിന്ന് അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇമാം അബുൽ ലൈസ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയ 7 അവയവങ്ങള്. ഒന്നാമത്തേത് ലിസാനുഹു. ഒന്നാമത്തേത് പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, ആരാണ് നല്ല സൂക്ഷ്മതയോടുകൂടി നാവിനെ കൈകാര്യം ചെയ്യുന്നത് അവന് നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ സവിധത്തിൽ സ്ഥാനം അലങ്കരിക്കാൻ സാധ്യമാകുമെന്ന് സയ്യിദുനാ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഇനി നാവിനെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം, അത് എങ്ങനെയെന്ന് കൂടി ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫയംനഉഹു മിനൽ കദ്ബി വൽ ഗീബതി വൻ നമീമതി വൽ ബുഹ്താൻ. നാവിനെ സൂക്ഷിക്കുന്ന പെണ്ണാണ് എങ്കിൽ, നാവിനെ നല്ല രൂപത്തിൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ, നെഞ്ചത്ത് കൈവച്ച് ഈ പറയാൻ പോകുന്നവകളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരാ, ചെറുപ്പക്കാരാ. നാവ് കൊണ്ട് നാം കളവ് പറയുന്നവരാണോ? ഈ ഗണത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടില്ല. നാവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നല്ല രൂപത്തിൽ കളവ് വരാതെ സൂക്ഷിക്കുന്നവനാകും. അല്ലാഹു തൗഫീഖ് നൽകും.
നൽകുമാറാകട്ടെ. പരദൂഷണം പറയുന്നവകളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. നമീമത്ത് പറയുന്നവരിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. അതുപോലെ വൽ ബുഹ്താൻ വകലാമിൽ ഫുളൂൽ. ഇവിടൊക്കെ എന്താ പറയുന്നറിയില്ല. ബഡായി എന്ന് പറയോ? ബഡായി എന്ന് പറയാ? ബഡായി എന്നാണോ പറയാ? അതോ പൊട്ടീസോ? ബഡായി വിടുന്നവർ നാവ് സൂക്ഷിക്കാത്തവരാണെന്ന് ഇമാം അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു. ബഡായി വിട അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഫീഖിനെന്ന് അമീൻ പറഞ്ഞ ആളല്ലേ സുബ്ഹാനല്ലാഹ്. ആ ദുആ സ്വീകരിച്ച ആകെ ബുഹ്താനാവും കലാവും മൊത്തം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ബഡായി വിടുന്നവകളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടോ അവിടെ? ഒരു ബാക്കിലാണ്. ഏതായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധമായ റജബ് മാസമാണ്. റജബ് നല്ല രൂപത്തിൽ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ശഅബാൻ നമ്മുടെ കയ്യിലിരിക്കും. റമളാൻ ഇങ്ങനെ കൈക്കുമ്പിളിൽ നിൽക്കും. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായി. തെറ്റുകളിൽ നിന്ന് വിട്ട്, കലാമുൽ ഫുദൂൽ നിന്ന് വിട്ട്, ബഡായി പറച്ചിലുകളിൽ നിന്ന് വിട്ട്. പ്രിയപ്പെട്ടവരെ, അബുൽ ലൈസ് തങ്ങൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നാവിനെ സൂക്ഷിക്കുന്നവന്റെ അടയാളം? അവൻ കളവ് പറയില്ല, നമീമത്ത് പറയില്ല, ഗീബത്ത് പറയില്ല, ബഡായി പറയില്ല, കലാമുൽ ഫുദൂൽ ഒഴിവാക്കുന്നവനായിരിക്കും. എന്റെ ഉപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് ഓർമ്മപ്പെടുത്തി ഹൃദയമെടുപ്പുകളെ നല്ല രൂപത്തിൽ ക്രമീകരിക്കുന്നവനായിരിക്കും. എങ്ങനെയാണ് ഹൃദയത്തിന്റെ ചലനം നിയന്ത്രിക്കുന്നത്? ആ ഹൃദയത്തിൽ ഒരിക്കലും ശത്രുത ഉണ്ടാവുകയില്ല, ആരോടും വൈരാഗ്യം ഉണ്ടാവുകയില്ല, ആരോടും ഒരു തരത്തിലുള്ള ഹൃദയ രോഗവും ഹൃദയത്തെ സൂക്ഷിക്കുന്നവനാണോ നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുമ്പോൾ, ഹൃദയത്തെ സൂക്ഷിക്കുന്നവന്റെ ഉള്ളിൽ ഹസദ് എന്ന രോഗമുണ്ടാവുകയില്ലെന്ന്, അസൂയ എന്ന രോഗമുണ്ടാവുകയില്ലെന്ന് സയ്യിദുനാ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കൊലപാതകങ്ങളുടെയും, എല്ലാ ശത്രുതയുടെയും, എല്ലാ വൈരാഗ്യത്തിന്റെയും അടിസ്ഥാന ഘടകം നിങ്ങൾ പരിശോധിച്ചോളൂ. സഹോദരനെ കൊന്ന സഹോദരിക്ക് സൈനൈഡ് കൊടുക്കുന്ന സഹോദരൻ സ്വന്തം സഹോദരന് സഹോദരി എന്തിനാണ് ചെയ്തത് എന്ന് പോലും അറിയില്ല. അതുപോലെ അയൽപ്പക്കക്കാർ നല്ല സ്നേഹത്തിലായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ പരസ്പരം ശത്രുക്കളായി മാറുകയാണ്. പരിശോധിച്ചോളൂ. ഹസദാണ് ഉമ്മ, ഹസദാണ് സഹോദര. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അസൂയ കടന്നുകൂടിയ മനസ്സിൽ സ്വസ്ഥതയുണ്ടാവുകയില്ലെന്ന് സയ്യിദുനാ ഇമാം അബുൽ ലൈസ്. അവര് വീട് വെക്കുമ്പോൾ നമ്മളും വീട് വെക്കാൻ നോക്കും. അവരൊരു കാർ വാങ്ങുമ്പോൾ നമ്മളും ഒരു കാർ വാങ്ങാൻ പോകും. അവരെ മക്കൾ വിദ്യാഭ്യാസം ഡോക്ടർ എടുക്കുമ്പോൾ നമ്മളെ മക്കളെയും ഡോക്ടർ ആക്കാൻ വിടും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തർക്കും ഓരോ ത്വാഖത്ത് അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ത്വാഖത്തിന് വിരുദ്ധമായി ആര് ചെയ്താലും പരാജയപ്പെട്ടു പോവുകയുള്ളൂ. കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാത്രമല്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണല്ലോ, അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. എല്ലാ നന്മകളെയും കരിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ നിനക്കൊരാളോട് അസൂയ ഉണ്ടോ? നിനക്കൊരാളോട് മനസ്സിൽ ഹസദ് കടന്നുകൂടിയോ? നീ എത്ര വലിയ ദീനീ പ്രബോധകനാണെന്ന് പറഞ്ഞിട്ടും ഒരർത്ഥവുമില്ലടാ പൊന്നുമോനെ. നീ എത്ര വലിയ സമ്പത്ത് സദഖ കൊടുത്തവനാണെന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചതല്ലേ, കമാ തഅകുലുൻ നാറുൽ ഹതബ്. എങ്ങനെയാണ് വിറകിനെ തീകരിച്ചു കളയുന്നത് കണ്ടിട്ടില്ലേ ഉമ്മ? അതുപോലെ നിന്റെ എല്ലാ നന്മകളെയും കരിച്ചു കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ
മുഹമ്മദുൽ മുസ്തഫ. ഹസദെന്ന രോഗം കാക്കണേ മരണം വരെ. ഖബീല് തിന്ന് തുനിഞ്ഞ നഞ്ചാ മക്കളെ, ഹസനാത്ത് മുഴുവൻ ചുട്ടരിച്ചത് നമ്മളെ. അറിയാതെ തെണ്ടിക്കുന്ന തീയാ മക്കളെ, ഹസദെന്ന രോഗം കാക്കണേ മരണം വരെ. ഖബീല് തിന്ന് തുനിഞ്ഞ നഞ്ചാ മക്കളെ, ഹസനാത്ത് മുഴുവൻ ചുട്ടരിച്ചത് നമ്മളെ. അറിയാതെ തെണ്ടിക്കുന്ന തീയാ മക്കളെ. തഴവ ഉസ്താദ് വളരെ വ്യക്തമായി പാടിത്തന്നതല്ലേ, അല്ലാ ഹസദില്ലാത്ത ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളോട് ആരാണ് അസൂയ വെച്ച് പെരുമാറുന്നതെന്നറിയില്ല. സംഘടനയോട് അസൂയയാണ്, സംഘങ്ങളോട് അസൂയയാണ്, കുടുംബങ്ങളോട് അസൂയയാണ്, വീട്ടുകാരോട് അസൂയയാണ്, നാട്ടുകാർ പരസ്പരം അസൂയയാണ്. എല്ലാം അസൂയ എന്ന അടിസ്ഥാന രോഗത്തിലൂടെ കൊല ചെയ്യപ്പെടുന്നു, കൂട്ടിയടികൾ നടക്കുന്നു, കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുന്നു. അല്ലാ ഞങ്ങളെ നീ സലാമത്തിലാക്കണേ റബ്ബേ. രണ്ടെണ്ണം നിങ്ങൾ കേട്ടല്ലോ, രണ്ടും അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെമ്പാടും ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. 3, 4, 5, 6, 7 പറയണ്ട്. അതിനു മുമ്പ് ഇതിനിടയിൽ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ദുആയിലേക്ക് പോകുമ്പോൾ ഈ ദുആ മജ്ലിസ്, ഈ സ്വലാത്തിന്റെ മജ്ലിസ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ സംഘടിപ്പിച്ചപ്പോൾ അവർ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്, ഒരുപാട് ഓടിയവരാണ്, വിയർപ്പൊഴിച്ചവരാണ്. അടുത്ത വർഷത്തേക്ക് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നു. കൊടുക്കൂല, നല്ല ബിരിയാണിയാണ്, മുറത്തബ് തെറ്റിച്ച് ഞാനൊന്ന് കഴിച്ചുട്ടോ, നല്ല പൊരുത്തപ്പെടണം. അല്പം ബിരിയാണി കഴിച്ചു, നല്ല ഉഗ്രൻ ഒജീരാണ്. അല്ലാഹുവേ അത് ഉണ്ടാക്കിയ ആളിനെ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. നല്ല ഭക്ഷണം, അപ്പൊ നല്ല രൂപത്തിൽ അത് ടേസ്റ്റിയായി പാചകം ചെയ്ത് അതിനു വേണ്ടി അധ്വാനിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ അരിയും മറിച്ചിയും മാംസവും ഒക്കെ എത്തുന്നതിന് ഈ സംഘാടകർ ഒരുപാട് പാടുപെട്ടു. അല്ലാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബർക്കത്തിന് അടുത്ത വർഷം ഒരാട് ഈ നസീഹത്തിനിടയിൽ ഞാൻ കൊടുത്തുള്ളാന്ന് ഒരാളൊന്ന് എഴുന്നേക്ക്, ഒരാട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലു തക്ബീർ, ഖുലു തക്ബീർ. ഉറച്ചു ചെല്ലും മക്കളെ, ഖുലു തക്ബീർ. അപ്പാന്റെ പേരെന്താ? അബ്ബാസ് സാഹിബ്. അല്ലാഹുവേ അബ്ബാസ് സാഹിബിന്റെ കോടമ്പഴ ഉസ്താദിന്റെ അടുത്ത് കുറച്ചു കാലം ഞാൻ ഓതിയിരുന്നു. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഖലമുൽ ഇസ്ലാം ശൈഖുനാ ഉസ്താദ് അവർകളുടെ ഇൽമിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നഫ്അ തരണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ആഫിയത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ ഇൻഷാ അല്ലാഹ്. ഇർഫാൻ ഉസ്താദിന്റെ വാപ്പാണ് ഒരു അബ്ബാസ് എന്നല്ലേ പേര്, അബ്ബാസ് ഇക്കായുടെ ആഫിയത്തിൽ അല്ലാഹ് നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷങ്ങൾ നൽകണേ അല്ലാ, സന്തോഷങ്ങൾ നൽകണേ അല്ലാ. ഈ മജ്ലിസിന്റെ എല്ലാ ഖൈറുകളും അബ്ബാസ് സാഹിബിന്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അല്ലാഹ് നീ സമ്മാനിക്കണേ റബ്ബേ. രണ്ടാമതായി ആരാണ് 11 സ്വലാത്തിനിടയിൽ ചൊല്ലുമ്പോൾ ആ 11 സ്വലാത്തിനിടയിൽ ഇവിടെ ആട് വരണം ഇൻഷാ അല്ലാഹ്. ആരാണ് രണ്ടാമതൊന്ന് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തേക്ക് പ്രിയപ്പെട്ട സംഘാടകർ വരുമ്പോൾ അവരെ നിരാശരാക്കി വിടരുത്. സഹോദരങ്ങളെ, നാം ഇവിടെ ചർച്ച ചെയ്തത്
നമ്മുടെ അവസാന നിമിഷത്തെ കുറിച്ചാണല്ലോ. അതിനുശേഷമുള്ള സൂക്ഷ്മ ജീവിതം എങ്ങനെ വേണമെന്നതിനെ കുറിച്ചാണല്ലോ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ പോരിശ കൊണ്ട് നല്ല ആഖിബത്ത് തരണേ റബ്ബേ. ഈ സദുദ്യമത്തിൽ പങ്കാളികളാകുന്നവർക്ക് പ്രത്യേകിച്ചും ആരാണ് രണ്ടാമതെന്ന് ഞാൻ അടുത്ത വർഷത്തേക്ക് ആട് തരാമെന്ന് നിൽക്കുന്നത് അല്ലാ, ആ സഹോദരനാരോ ആ സഹോദരി ആരോ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. രണ്ടാമത് ആടാരാണെന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മമാരെ, സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മജ്‌ലിസിന്റെ സ്വർഗീയ മജ്‌ലിസ് എന്ന പദവിയുടെ ദറജ നമുക്ക് ഉയർത്തണം അല്ലാ. അതിന് ഞങ്ങൾ സ്വതക്ക കൊടുക്കുന്നത് അടുത്ത വർഷത്തെ ഓജീനത്തിലായി ഞങ്ങൾ എന്തിവിടെ പറഞ്ഞാലും അല്ലാ, അതൊക്കെയും ഞങ്ങൾക്കൊരു മുതൽ കൂട്ടായിട്ട് നീ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹു സ്വല്ല അലാ മുഹമ്മദ് അദദ റംലി സറാ വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. ഉറച്ചു ചൊല്ലി. اللهم صل على محمد يا ربي صل بين الضلال جلا محمد جهرا بدين الهدى متمم. اللهم صل على محمد يا ربي صل. ബിസ്മില്ലാ ഒന്ന് പറയും മക്കളെ. രണ്ടാമതൊരു ആട് തുടങ്ങി ബിസ്മില്ലാ ഒന്ന് എന്നൊക്കെ ആരെങ്കിലും അടുത്ത വർഷത്തെയാണ്, ഈ വർഷത്തല്ല ചോദിച്ചത്. ഈ വർഷം നമ്മൾ എന്തായാലും നല്ല റാഹത്ത്. ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊരു 3 സ്വലാത്തിലേക്ക് നല്ല റാഹത്തായി എല്ലാ ചിന്തകളും ഒന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് ഭൗതിക ചിന്തകളെല്ലാം തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് പരിശുദ്ധ മദീനയെ മനസ്സിൽ കൊണ്ടുവന്ന് ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലണം. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ്. ഓർക്കെ ചൊല്ല്. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله. أنت شمس أنت بدر أنت نور فوق نوري. أنت شمس أنت بدر أنت نور فوق نوري. أنت إكسير بغالي أنت مصباح صداري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله. حبيبي يا محمد يا عروس الخافقين يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا رسول الله يا حبيب الله
غثني وأجرني يا مجير من سعير الله الله يا غياثي يا ملاني في مولمات الأمور الله الله مرحبا يا نور عيني مرحبا جد الحسين الله الله مرحبا أهلا وسهلا مرحبا يا خير داعي عبد قد تملى وانجلى عنه الهموم الله الله فيك يا بدر تجلى فلك الوصف الحسين الله الله يا نبي سلام عليكم يا رسول سلام عليكم الله الله يا حبيب سلام عليكم صلوات الله عليكم ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم غفرت عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد ആത്മാർത്ഥമായ അമീൻ പറയണേ. അല്ലാഹുവിന്റെ റസൂലുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച മജ്ലിസാണ്. അല്ലാഹു കൈവിടുകയില്ല ചെറുപ്പക്കാരാ, അല്ലാഹു നമ്മെ കൈവിടുകയില്ല ഉമ്മപെങ്ങന്മാരെ. ആത്മാർത്ഥമായി മനമുരുകി അമീൻ പറയണേ. അല്ലാഹുമ്മ ഗഫിർ ലനാ യാ അല്ലാഹ്, അല്ലാഹുമ്മ അർഹംനാ യാ അല്ലാഹ്.
اللهم ارحمنا يا الله اللهم ارحم من موتانا يا الله اللهم أوصل ثواب ما قرأناه من القرآن العظيم والصلوات والسلام على رسول الله أولا إلى حضرة نبينا وسيدنا المصطفى محمد صلى الله عليه وسلم اللهم إلى حضرة جميع الصحابة والصحابيات كلهم أجمعين اللهم إلى حضرة جميع أزواجه الطاهرات أمهات المؤمنين اللهم إلى حضرة جميع أهل بيت رسول الله وبنات رسول الله وأزواج رسول الله وأبناء رسول الله وجميع أحباء رسول الله صلى الله عليه وسلم اللهم إلى حضرة سيدنا وجدنا السيد عبد الله البافقي الحضرمي قدس الله سره العزيز وكتشدن المحمد البافقي الحضرمي قدس الله سره العزيز وجميع أجداد البافقي رضي الله عنهم أجمعين اللهم إلى حضرة سلطان الأولياء قطب الأقطاب الشيخ عبد القادر الجيلاني قدس الله سره العزيز وسيد سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز والسيد سلطان الهند قطب الهند غوث الهند غريب نباز خواجة معين الدين الدشتي الأجمير السنجري قدس الله سره العزيز وإلى حضرة الشاه الحميد الناغوري قدس الله سره العزيز وإلى حضرة سيدي السيد داود الحكيم المتفتي قدس الله سره العزيز وسيدي وشيخي ومرشدي الشيخ عبد الله المستار قدس الله سره العزيز اللهم أمدنا بمددهم وانصرنا بنصرتهم بارك لنا ببركتهم اللهم تقبل منا بحرمتهم يا رب العالمين اللهم تقبل منا بحرمتهم يا الله اللهم بارك لنا في رجب وشعبان اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم صل على سيدنا محمد نبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم أرحم الراحمين يا الله ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ് മാപ്പ് തരണേ അല്ലാഹ് മഗ്ഫിറത്ത് തരണേ അല്ലാഹ് മർഹമത്ത് തരണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്കും അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് അവരുടെ അർവാഹുകളെ ഈ മജ്‌ലിസ് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ് പടച്ചറബ് ഈ മജ്‌ലിസിന്റെ ആരംഭഘട്ടം മുതൽ ഈ സെക്കൻഡ് വരെയും അച്ചടക്കത്തോടെ ഇരുന്ന അതവോടെ ഇരുന്ന കാരണവന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് ഉമ്മ പെങ്ങന്മാരുണ്ട് മുത്തഅല്ലിമീങ്ങളുണ്ട് എല്ലാവരിലും അല്ലാഹ് നീ ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് ഇസ്സത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ് നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കരങ്ങള് നിന്റെ മുന്നിൽ കുനിക്കുന്ന ഈ ശിരസ് മറ്റൊരാളിന്റെ മുന്നിൽ കുനിക്കുന്ന ഞങ്ങളുടെ കരങ്ങൾ മറ്റൊരാളിന്റെ മുന്നിൽ നീട്ടുന്ന ഒരു പരിശോധനകളും അല്ലാഹ് നീ തന്ന് പരിശോധിക്കല്ല റബ്ബേ അല്ലാഹ് ഈ
പരിപാടി എത്രത്തോളം ഭംഗിയാക്കാൻ കഷ്ടപ്പെട്ട ധാരാളം സംഘങ്ങളുണ്ട്. ഈ പ്രിയപ്പെട്ട നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. SSFന്റെയും SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. അല്ലാ, നീ കൈവിടല്ല റബ്ബേ. ഈ സ്വലാത്ത് മജ്ലിസിന്റെ 10ാമത്തെ വാർഷികം ഈ പ്രദേശത്തെ അകമാനം അല്ലാ നീ ഐശ്വര്യമാക്കണേ റബ്ബേ. പരിശുദ്ധമായ റജബിന്റെ തിങ്കളാഴ്ച രാവിൽ അല്ലാ ഞങ്ങൾ ഈ സംഗമിച്ച ഈ സംഗമ സ്വർഗീയ സംഗമമാക്കണേ റബ്ബേ. 100,000 ആവശ്യങ്ങളുണ്ട്, 100,000 ആഗ്രഹങ്ങളുണ്ട് അല്ലാ. ഈ മജ്ലിസിനെ ഇടനിലക്കാരാക്കി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. അതാണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണല്ലോ. നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ യാചിക്കുമ്പോ ഈ മജ്ലിസ് ഞങ്ങൾക്ക് വസീലയാണ്. ഈ മജ്ലിസിൽ വന്നിട്ടുള്ള മുഴുവൻ മഹാരഥന്മാരുടെ അർവാഹുകളും വസീലയാണ് അല്ലാ. അവരെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ നിന്നോട് യാചിക്കുന്ന ഈ യാചന നീ തട്ടിക്കളയല്ല റബ്ബേ. നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഈ മജ്ലിസിൽ സംഭാവനകളായി ചോദിച്ചപ്പോ വളരെ ആവേശത്തോടു കൂടിയിട്ട് ആട് പറഞ്ഞവരുണ്ട്, അരി പറഞ്ഞവരുണ്ട്, 6666 തന്നവരുണ്ട്, 3333 തന്നവരുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നത് ഇതാണ്. ഇങ്ങനെ ഓരോരുത്തരും കഴിയുന്ന രൂപത്തിൽ അല്ലാ സംഭാവനകൾ വെച്ച മജ്ലിസാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നിരാശപ്പെടുത്തല്ല റഹ്മാനേ. ഇതിലും ഭംഗിയായി മെച്ചപ്പെട്ട രൂപത്തിൽ തുടർ വർഷങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കൂടാൻ അല്ലാ നീ സഹായിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മജ്ലിസ് ഇത്രത്തോളം ഭംഗിയാക്കാൻ ഈ സ്ഥലം തന്നവരുണ്ട് അല്ലാ. ഖൈർ നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ റബ്ബേ. ഈ സ്ഥലം അനുവദിച്ച വീട്ടിൽ ഒരു സഹോദരിക്ക് കിഡ്നിയുടെ രോഗമാണ് അല്ലാ, ശിഫാ നൽകണേ റബ്ബേ. അതുപോലെ ഈ ദുആയിലേക്ക് ഈ ഉള്ളവനെ ഇവിടേക്ക് ക്ഷണിക്കുമ്പോൾ ഈ സംഘാടകർ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞ് ദുആ കൊണ്ട് പറഞ്ഞിരുന്നു. അവരെയൊക്കെ നന്നായി അറിയുന്നവൻ അല്ലാ, അഅലാ അഅലമു അല്ലാ. എല്ലാം നീ കാണുന്നവനാണല്ലോ, കേൾക്കുന്നവനാണല്ലോ. എല്ലാം നിന്നിലേക്ക് ഞങ്ങൾ നതവക്കൽ അലല്ലാഹ്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പടച്ചവനെ, അതല്ല നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ അയക്കുന്നു. പടച്ച റബ്ബേ, കൈവിടല്ല അല്ലാ, കൈവിടല്ല അല്ലാ. ഞങ്ങൾക്ക് നാളെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ താഴെ ഒരുമിക്കാൻ ഈ മജ്ലിസ് കാരണമാക്കണേ റബ്ബേ. ശഫാഅത്ത് തരണേ അല്ലാ. ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ റബ്ബേ. അവിടുത്തെ ഹൗദ് കൗസർ ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുത്തെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ താഴെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൗത്തായവരെയും നീ ഒരുമിപ്പിക്കണേ റബ്ബേ. അതുപോലെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യമായി സ്വീകരിച്ചിരുത്തിയ നാസിർ സാഹിബിന്റെ വീട്ടിൽ കുഞ്ഞു മോന് വലിയ ഒരു വിഷമത്തിലായി പോയി. ചെറിയ കുട്ടിയാണ് അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിനും ഖൈർ നൽകണേ റഹ്മാനേ. അതുപോലെ ഹുസൈൻ മുസ്ലിയാരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് നീ ശമനം നൽകണേ അല്ലാ. അതുപോലെ ഈ സംഘാടകർ മുൻകാലങ്ങളിൽ അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയെയും മറന്നിട്ടില്ല. അവരോടൊപ്പം
അതോടൊപ്പം തോളോട് തോളുരുമ്മി പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഇന്ന് ഖബറിലാ. അല്ലാഹ് സ്വർഗം കൊടുക്കണേ റബ്ബേ. ആമിൽ അസ്ലം എന്ന സഹോദരൻ ഖബറിലാണ്. അല്ലാഹ് സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈ മജ്‌ലിസിന്റെ സന്തോഷം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഖബറകത്ത് നീ എത്തിക്കണേ അല്ലാഹ്. എസ്എസ്എഫിലും എസ്വൈഎസിലും മുസ്ലിം ജമാഅത്തിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്താണടാ നിനക്ക് കിട്ടിയത് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. ഇത് തന്നെയാണടോ ഈ മജ്‌ലിസിലൊക്കെ കിട്ടുന്ന പ്രാർത്ഥനയാണടോ. ഇത് തന്നെ പോരേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം നീ ഞങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ട്, ഖബറകത്ത് നിന്റെ സഹായം കൊണ്ട്, മഹ്ശറയിൽ നിന്റെ സഹായം കൊണ്ട്, സ്വർഗം വരെയും നിന്റെ സഹായം കൊണ്ട് അല്ലാഹ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മജ്‌ലിസിൽ ആമീൻ പറയുന്ന സഹോദരങ്ങള്, സഹോദരിമാർ, ഉമ്മ പെങ്ങന്മാർ, അവരൊക്കെയും ഓരോ തരം വിഷമങ്ങളിലാണ്, മാനസിക പിരിമുറുക്കങ്ങളിലാണ്. അല്ലാഹ് എല്ലാ മാനസിക പിരിമുറുക്കങ്ങൾക്കും ഈ മജ്‌ലിസ് കൊണ്ട് നീ പരിഹാരം തരണേ റബ്ബേ. നീ മജ്‌ലിസ് കൊണ്ട് സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്. വഴിപിടപ്പിക്കല്ലേ അല്ലാഹ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള നല്ല നല്ല അവസ്ഥകൾ അല്ലാഹ് നീ ഓശാരമാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ കാരണം സമൂഹ മധ്യത്തിൽ ഞങ്ങൾ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന ദുരവസ്ഥകളെ തൊട്ട് റബ്ബേ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തണേ അല്ലാഹ്. കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാ ബാധ്യതകളും അല്ലാഹ് വീടാനുള്ള വഴികൾ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റബ്ബേ. ഈ മജ്‌ലിസിൽ എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ അവരവരുടെ നല്ല ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, മുറാദുകൾ എഴുതി ലിസ്റ്റാക്കി തന്നുവിട്ടു. ആ ലിസ്റ്റിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതെല്ലാം നീ വേഗം നടപ്പിലാക്കണേ റബ്ബേ. ഞങ്ങളെ ആരെയും നീ നിരാശരാക്കി മടക്കല്ലേ റബ്ബേ. സംഘാടകരെ വജീനം കൊടുത്തു തുടങ്ങണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്ന വജീനം ഔഷധവീര്യമുള്ള വജീനമാക്കണേ റബ്ബേ. എല്ലാ മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും ക്ഷമനം നൽകുന്ന, ശിഫ നൽകുന്ന വജീനമാക്കി റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ വജീനം ഔഷധവീര്യമുള്ളതാക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവരും ഖൈറായ നിലയ്ക്ക് ആമീൻ. ഈ അവസാനം ചെല്ലുന്ന ഈ സ്വലാത്ത് ഒരുപക്ഷെ കൂടെ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ആമീൻ പറയും. സ്വല്ലല്ലാഹു അലൈഹി സല്ലമ അല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദിൻ നൂറുല്ലാഹി അലൈഹി സല്ലല്ലാഹു അലൈഹി സല്ലമ الله عليه سيدنا محمد نور الله عليه صلى الله عليه سلم الله عليه سيدنا محمد نور الله عليه
അല്ലാഹുവേ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉലമാക്കളാകുന്ന സുൽത്താനുൽ ഉലമാ ഖദറുസ് സാദാത്ത് അടങ്ങുന്ന മുഴുവൻ അലിമീങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അവരെ തണലിലായി ഞങ്ങൾക്ക് ദീർഘകാലം ദീനീ ഖിദ്മ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന മുഴുവൻ ആലിമീങ്ങൾക്കും റഹ്മാനെ മുഴുവൻ സദാത്തീങ്ങൾക്കും ഈ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഈമാനികമായ ഊർജം നീ നൽകണേ റബ്ബേ. എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെയും അവസാനത്തെ വ്യാഴാഴ്ച ആലപ്പുഴ പട്ടണത്തിലെ മസ്താൻ പള്ളിയിൽ മാസാന്ത്യ സ്വലാത്തുണ്ട് അല്ലാഹ്. അതിലൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഡൽഹി സുൽത്താൻ എന്നറിയപ്പെടുന്ന നിരവധി കറാമത്തുകൾ നമുക്ക് ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിഞ്ഞ സ്ഥലമാണ് മസ്താൻ പള്ളിയിലെ മസ്താൻ വലിയുല്ലാഹി. അല്ലാഹുവേ അവിടുത്തെ മദതിറങ്ങിയ മജ്ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ നോട്ടം കിട്ടിയ മജ്ലിസാക്കണേ അല്ലാഹ്. ഇത് പറയാതെയുള്ളവൻ കൊമ്പുണ്ട് കെറിയാൽ ചിലപ്പോൾ പിടിച്ചു വെച്ച് കളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളൊക്കെ മസ്താൻ പള്ളി ചേർത്തിയാണ് കേട്ടോ. ചെയ്യോ മസ്താൻ പള്ളി ആലപ്പുഴ ബൈപ്പാസ് വന്നതിന് ശേഷം എല്ലാവരും ബൈപ്പാസ് കൂടെ ഒറ്റ പോക്കാൻ വടക്കോട്ട് തെക്കോട്ടൊക്കെ ബൈപ്പാസ് വഴി ഒറ്റ പോക്കാൻ. ആലപ്പുഴ പട്ടണത്തിൽ മസ്താനുപ്പായ സിയാറത്തിയാണെങ്കിൽ ഇനി മസ്താൻ പള്ളി കയറി പട്ടണത്തിലൂടെ തന്നെ പോകണം. തിരക്കൊക്കെ വേണോ? തിരക്കില്ലാതെ മസ്താനുപ്പായ കാണാൻ പറ്റില്ല. തിരക്കിട്ട് തന്നെ മസ്താനുപ്പായ കാണണം. അപ്പൊ ആലപ്പുഴ പട്ടണത്തിലൂടെ പോകുമ്പോ തിരക്കൊക്കെ അല്പം ആസ്വദിച്ച് മസ്താൻ പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്ത് ആ കറാമത്ത് ആസ്വദിച്ചിട്ട് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ അവിടങ്ങളിലൊക്കെ നമ്മൾ ഓടിയെത്തണം. അല്ലാഹു നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാം നീ മഹാന്മാരുടെ മഹതിമാരുടെ തർബിയത്തിലായി ഞങ്ങളുടെ ജീവിതം നീ സംശുദ്ധമാക്കി തരണേ അല്ലാഹ്. നിങ്ങളോടൊക്കെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. എനിക്കും കുടുംബത്തിനും പിതാവിനും എല്ലാം നിങ്ങൾ പ്രത്യേകം ദുആ കൊണ്ട് ഓർക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലും സംസാരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വിനീതന് പൊരുത്തപ്പെട്ടു തരണമെന്ന് കൂടി പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരോട് അവസാനം അഖൂക്കും ഫില്ലാഹി സയ്യിദ് അഹ്മദുൽ അമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും തങ്ങളെ മുസാഫഹത്ത് ചെയ്ത് കയ്യിൽ എന്തെങ്കിലും എന്നതിനെ കുറിച്ച് സയൻസ്